ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങയുടെ കൈകളിലെ വിനീതമായ ഉപകരണമായി എന്നെ മാറ്റി അങ്ങയുടെ വചനവും ദർശനവും ഇന്ന് അവതരിപ്പിക്കപ്പെടുവാൻ എന്നെ അങ്ങയുടെ മാധ്യമമായി ഉപയോഗിക്കണമേ ഈശോയെ. ലോകപ്രസിദ്ധമായ ഒരു കൊച്ചു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടോൾസ്റ്റോയിയുടെ കഥയാണ്. റഷ്യയിലെ മഞ്ഞു പൊഴിയുന്ന ഒരു ഗ്രാമത്തിൽ മാർട്ടിൻ എന്നൊരു ചെരുപ്പുകുത്തി ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾക്ക് ഒരു അശരീരി കിട്ടുന്നു. മാർട്ടിൻ, ഇന്ന് നിന്നെ ഞാൻ സന്ദർശിക്കും. ഈശോയുടെ സ്വരമാണ്. വളരെ താല്പര്യത്തോടുകൂടി തനിക്ക് ആകെയുള്ള അല്പം ഭക്ഷണം ഈശോയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച് അയാൾ കാത്തിരിക്കുന്നു. പക്ഷേ ഈ കാത്തിരിപ്പ് നീളുകയാണ്. നീളുന്നതിനിടയിൽ അയാൾക്ക് പരിചിതരും അപരിചിതരുമായ ചിലർ അവിടെ വരുന്നു. വൃദ്ധനായ, എല്ലാ ദിവസവും രാവിലെ റോഡിൽ അടിഞ്ഞുകൂടുന്ന മഞ്ഞ് തൂത്തുമാറ്റുന്ന മനുഷ്യൻ ആകെ അവശനായി വരുമ്പോൾ അയാൾക്ക് മാർട്ടിൻ താൻ കരുതിയിരിക്കുന്നതിൽ അല്പം ആഹാരം നൽകുന്നു. പിന്നെ അതുപോലെ അവശരായി വന്ന ഒരു സ്ത്രീക്കും കുഞ്ഞിനും. ഇങ്ങനെ ദിവസം കടന്നു പോകുന്നു. ദിവസത്തിൻ്റെ അവസാനം മാർട്ടിൻ ദുഃഖിതനാണ്, നിരാശനാണ്. കാരണം പലർ വന്നു, അവർക്ക് ഉണ്ടായിരുന്നത് കൊടുത്തുപോയി. കർത്താവിന് വേണ്ടി കരുതി വെച്ചതാണ്. ആർക്ക് വേണ്ടി കരുതി വെച്ചോ അവൻ മാത്രം വന്നില്ല. ഇപ്പോൾ വൈകുന്നേരം ഈ പരിഭവം ഉതിർക്കുമ്പോൾ മാർട്ടിന് മറുപടി കിട്ടുന്നുണ്ട്. മാർട്ടിൻ, ആ വന്നത് ഞാനായിരുന്നു. നീ തന്നതൊക്കെ എനിക്കാണ് കിട്ടിയത്. കൊച്ചു കഥയാണ്. കഥ മനോഹരമായി ആവിഷ്കരിക്കുന്ന സത്യം ബൈബിളിൽ ഈശോ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സത്യമാണ്. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ എന്തെങ്കിലും നൽകുമ്പോൾ എനിക്കു തന്നെയാണ് തന്നത് എന്നുള്ള ഈശോയുടെ ആ വചനം ആവശ്യക്കാരന് അത്താണിയാകുമ്പോൾ, ഉതകുമ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്, കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള വചനം. അത് മനോഹരമായി പ്രായഭേദമന്യേ സകല മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നത് പോലെ അവതരിപ്പിക്കുന്നതിന് ഈ കഥയ്ക്ക് കഴിയുന്നുണ്ട്. കഥ, സാഹിത്യം, കല, മാധ്യമങ്ങൾ ഇവയൊക്കെ എത്ര മനോഹരമായി ഈശോയുടെ സുവിശേഷത്തെ അവതരിപ്പിക്കുന്നതിനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത് എന്നാണ് ഞാൻ ഈ കഥയിലൂടെ പറയാൻ ശ്രമിച്ചത്. നാം 9ാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ നൂതനാഭിമുഖ്യങ്ങളാണല്ലോ. ആ നൂതനാഭിമുഖ്യങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ, സാഹചര്യത്തിൽ സംജാതമാകുന്ന പുതിയ പുതിയ സാധ്യതകളിലൂടെ ഈശോയുടെ പ്രേഷിത ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് അതിനർത്ഥം. മാധ്യമപ്രേഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു മേഖലയാണ്. ഇന്ന് മാധ്യമീകരിക്കപ്പെട്ട ജീവിതമാണ് നാം നയിക്കുന്നത് എന്നാണ് പറയുക. കാരണം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആശയം മാധ്യമം തന്നെയായി മാറുന്നു. മീഡിയം ഈസ് ദ മെസ്സേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമങ്ങൾ അതിപ്രധാനമാണ്. മനുഷ്യരെ ചിന്തിപ്പിക്കുന്നത്, അവരുടെ ചിന്തകളെ പ്രത്യേക രീതിയിലേക്ക് നയിക്കുന്നത്, അവർക്ക് അറിവ് പകരുന്നത് ഒക്കെ മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ ഈശോയുടെ സുവിശേഷം, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വലിയ സാധ്യതയാണ്. ദൈവാനുഗ്രഹമായി മാധ്യമങ്ങളെ നാം സമീപിക്കുകയാണ് വേണ്ടത്. മാധ്യമങ്ങൾ അതുകൊണ്ട് അതിപ്രധാനവും വളരെ വളരെ അധികം വലിയ സാധ്യത തുറന്നിടുന്നതുമായ ഒരു മേഖലയായി സഭ കാണുന്നു. വിനോദം, വിജ്ഞാനം എന്നിവയോടൊപ്പം തന്നെ ദൈവരാജ്യ പ്രചാരണത്തിനും മാധ്യമങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട, ആദ്യം പുറത്തിറങ്ങിയ ഒരു അച്ചടി മാധ്യമത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന്? രാജ്യസമാചാരം എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഏത് രാജ്യത്തിൻ്റെ സമാചാരം എന്നറിയാമോ? ദൈവരാജ്യത്തിൻ്റെ സമാചാരം. മിഷണറിമാർ ആരംഭിച്ചതാണ്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ അച്ചടിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു
മാധ്യമത്തിൻ്റെ പേര് തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു എന്നോർക്കണം. അത്രമാത്രം ഈ രംഗത്ത് സഭയ്ക്ക് കരുതലുണ്ട്, ഈ രംഗത്ത് ഈ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ സാധ്യതയും ഉണ്ട് എന്നോർക്കണം. ഈ മുദ്രാലയ പ്രേഷിതത്വം കേരളത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റെടുത്ത് നടപ്പാക്കിയത് നമുക്കറിയാം ചാവറയച്ചനാണ്. അതുപോലെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അച്ചടി വിദ്യ കണ്ടുപിടിച്ച ഗുട്ടൻബർഗിനെ കുറിച്ച് പറയണം. ഗുട്ടൻബർഗ് 1440 ഇത് കണ്ടെത്തി കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുൻപ് അന്നോളം കാലം മനുഷ്യൻ ആകെ എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങളെക്കാൾ എത്രയോ മടങ്ങ് പുസ്തകങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തത്തിൻ്റെ ശേഷി. ഇന്ന് ലോകത്ത് ആകെ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെക്കാൾ എത്ര മടങ്ങാണ് ഡിജിറ്റൽ രൂപത്തിൽ കാര്യങ്ങൾ ഉള്ളത്. അടുത്ത തലത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞിരിക്കുന്നു. മുദ്രാലയ പ്രേഷിതത്വം വലിയ ഒരു പ്രേഷിത മേഖലയായിരുന്നുവെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് 1000 മടങ്ങ് സാധ്യതകൾ അടങ്ങുന്നതാണ് ഡിജിറ്റൽ മാധ്യമങ്ങളുടെ പ്രേഷിതത്വ മേഖല എന്ന് നാം തിരിച്ചറിയണം. ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നൊരു ശരാശരി മലയാളി, ശരാശരി ലോക പൗരൻ ഒരുപക്ഷെ ഒരു ദിവസം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് എന്ന, സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലാണ് എന്ന സ്ഥിതി പോലും വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തും ഏതും ലഭ്യമാകും. തിന്മയുടെ പ്രസരണിയാണോ മാധ്യമം എന്ന ചോദ്യത്തിന് അങ്ങനെ ആവാൻ മാധ്യമത്തിന് നിർബന്ധമൊന്നും ഇല്ല എന്നാണ് ഉത്തരം. അവിടെ നാം നിറയ്ക്കുന്നത് നന്മയാണെങ്കിൽ നന്മ ഒഴുകും, തിന്മയാണെങ്കിൽ തിന്മ ഒഴുകും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിന്മ ഒഴുകുന്നു എങ്കിൽ ആരാണ് ഉത്തരവാദി? നന്മ ഒഴുക്കേണ്ടുന്ന അതിൻ്റെ ഉത്തരവാദിത്വമുള്ള സഭാതനയർ അതിൻ്റെ ഉത്തരവാദികളാണ്. നാം അവിടെ നന്മ ഒഴുക്കണം, നന്മയ്ക്കായി ഉപയോഗിക്കണം. അതാണ് സഭാതനയരുടെ കടമ. ഈ കടമ സഭാതനയരെ അനുസ്മരിപ്പിക്കുന്ന 2 സുപ്രധാന രേഖകൾ സഭയുടേതായുണ്ട്. സഭയും ഇൻ്റർനെറ്റും എന്നതും ഇൻ്റർനെറ്റിലെ ധാർമ്മികത എന്നതും. ആദ്യത്തേത് നാം അവിടെ സൂക്ഷിക്കേണ്ട വിവേചന ബോധത്തെക്കുറിച്ചും അതുപോലെ നന്മയുള്ളത് മാത്രം കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതിനെക്കുറിച്ചും പറയുന്നുവെങ്കിൽ, രണ്ടാമത്തെ രേഖ ഇൻ്റർനെറ്റിലെ ധാർമ്മികത, ലോകത്തിൻ്റെ മുഴുവൻ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിനും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള രീതിയിൽ മാധ്യമം ഉപയോഗിക്കപ്പെടേണ്ടതിൻ്റെയും ആവശ്യത്തെ ഊന്നിപ്പറയുന്നതാണ്. മാധ്യമങ്ങൾ പോലെ തന്നെ സഭ ഇടപെടുന്ന, നിർബന്ധമായും ഇടപെട്ടിരിക്കേണ്ട മേഖലയാണ് രാഷ്ട്രീയം. സഭയ്ക്ക് രാഷ്ട്രീയമാകാമോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തെക്കുറിച്ച് അഭിവന്യ പൗത്തിൽ പിതാവിൻ്റെ ഒരു പുസ്തകവുമുണ്ട്, നിങ്ങൾക്ക് കണ്ടെത്തി വായിക്കാവുന്നതാണ്. ചുരുക്കം ഇതാണ്, മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കുന്ന സുപ്രധാനമായ സംഗതിയാണ് രാഷ്ട്രീയം. അവൻ്റെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങൾക്ക് രാഷ്ട്രീയ മാനമുണ്ട്. കുടുംബത്തിന്, കുടുംബത്തിലെ ബന്ധത്തിന്, കുട്ടികൾക്ക്, കുട്ടികളുടെ എണ്ണത്തിന്, കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന്, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിന്, ഈ രാജ്യത്ത് ഉണ്ടാകുന്ന അധ്വാന ഫലം വിതരണം ചെയ്യപ്പെടുന്ന കാര്യത്തിൽ സകലത്തിനും രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത ജീവിതം അന്ധമായ ജീവിതമാണ്, ഉത്തരവാദിത്വരഹിതമായ ജീവിതമാണ്. സഭാതനയർ ഉത്തരവാദിത്വത്തോടു കൂടിയ രാഷ്ട്രീയ ജീവിതം നിർവഹിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ളവരാണ്. ഈശോയുടെ ദൗത്യം തന്നെ, ഈശോയുടെ ദൗത്യ പ്രഖ്യാപനം, അവിടുന്ന് ദൈവാലയത്തിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ വായിക്കുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടു നമുക്കറിയാം. അതിൽ അവിടുന്ന് പ്രഖ്യാപിച്ച കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, എല്ലാം രാഷ്ട്രീയ മാനങ്ങളുള്ള കാര്യങ്ങളാണ്. അതിലൂടെ മാത്രം സാധ്യമായതാണ്. അതുകൊണ്ട് സഭ ലോകമെങ്ങും എന്നും ഇരകൾക്കൊപ്പം നിൽക്കുവാൻ ശ്രദ്ധിക്കുന്നു. സഭ പക്ഷം ചേരുന്നത് ഒരിടത്തു മാത്രമാണ്, പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന സഭ. അങ്ങനെ സഭയുടെ രൂപം, അതുപോലെ ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖമായി പറഞ്ഞ ആ ഒരു ഉത്തരേന്ത്യൻ പട്ടണത്തിൽ സംഭവിക്കുന്ന കാര്യം ഓർക്കുക, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുന്നു. നമ്മളിപ്പോഴും ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കാൻ വേറെ ആരാണുള്ളത്? നിങ്ങൾക്കറിയാമോ, ലോകം മുഴുവനും ഏത് രാജ്യത്തും ഏത് പ്രദേശത്തും അടിമത്തം നിലനിന്നിരുന്നു. എല്ലായിടത്തും അടിമത്തത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്ക്, ബന്ധിതർക്ക്
സ്വരമില്ലാത്തവർക്ക് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളുക എന്നത് സഭ സ്വയം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. സഭ നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതി എന്ന മൂല്യത്തിന് വേണ്ടിയാണ്. എന്താണ് നീതി? ഈശോയെ തന്നെ നീതി സൂര്യൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നീതി സൂര്യൻ. കാരണം നിയമത്തിനും മേലെയാണ് നീതി. അർഹതപ്പെട്ടവർക്ക് അർഹിക്കുന്നത് അർഹിക്കുന്ന സമയത്ത്. ഈ മൂല്യം സഭ അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലൊക്കെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്നതാണ്. അതുപോലെ സാമൂഹിക ധാർമ്മിക മൂല്യങ്ങൾ, പരസ്പരമുള്ള പെരുമാറ്റങ്ങളിൽ സൂക്ഷിക്കേണ്ട സഹിഷ്ണുത, പരസ്പര ബഹുമാനം, ഇതൊക്കെ സഭയ്ക്ക് സുപ്രധാനമായ കാര്യങ്ങളാണ്. അതുപോലെ ഒരു കാര്യം പ്രത്യേകമായി സഭ എന്നും ഊന്നിപ്പറയുന്നു. രാഷ്ട്ര നേതൃത്വത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സീസറിൻ്റേത് സീസറിന് കൊടുക്കുകയും ചെയ്യാൻ നിർബന്ധം പിടിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ധാർമ്മികതയ്ക്ക് എതിരെ, അത് ദൈവസ്വരമാണ്, അതിനെതിരെ ഉയരുന്നത് അനുസരിക്കുന്നതിന് പാലിക്കുന്നതിന് സഭയ്ക്ക് ബാധ്യതയില്ല എന്ന് സധൈര്യം ഉദ്ഘോഷിക്കാൻ കരുത്തുണ്ട് സഭയ്ക്ക് എക്കാലത്തും. ആ നിലപാട് സഭ ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട്. സഭയുടെ മറ്റൊരു സുപ്രധാനമായ പ്രവർത്തന മേഖല കല, സാഹിത്യം, സംസ്കാരം എന്നിവയാണ്. കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സംസ്കാരത്തിലൂടെയും സുവിശേഷ മൂല്യങ്ങൾ അവതരിപ്പിക്കാനാവും. ഈശോ തന്നെ സാഹിത്യ രൂപത്തിൽ കഥകൾ അവതരിപ്പിച്ച സുവിശേഷ മൂല്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ അവതരിപ്പിച്ച ആളാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന, പറയുന്ന, വ്യത്യസ്ത ഭാഷകളിൽ, രീതികളിൽ ആവിഷ്കരിക്കുന്ന സാഹിത്യകൃതികൾ ഏതെന്ന് ചോദിച്ചാൽ അവയൊക്കെ ക്രിസ്തു പറഞ്ഞ ഉപമകളും ക്രിസ്തു പറഞ്ഞ കഥകളും ഒക്കെയാണ്. വലിയ കലയുടെ സാധ്യതകൾ ഉപയോഗിച്ച കർത്താവ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ടോൾസ്റ്റോയ് കഥ ഓർക്കുക. കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സംസ്കാരത്തിലൂടെയും നമുക്ക് ദൈവവചനം ഈ ലോകത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കണം. സംഘടനകളിലൂടെ അതിനുള്ള സാധ്യത കണ്ടെത്താനും പരിശീലനം നൽകാനും ഒക്കെ സഭയ്ക്കുള്ള ഉത്തരവാദിത്വം സഭ വളരെ പ്രധാനമായി തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പാതിക്ക് ശേഷമാണ് ലോകം അതിൻ്റെ ഭാവിയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധമുള്ളതായി മാറിയത്. മനുഷ്യൻ്റെ സുസ്ഥിതി ഉറപ്പാക്കുക എന്നുള്ളത് സഭയുടെ പ്രേഷിതത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്ന് സഭ സുപ്രധാനമായി കരുതുന്ന ഒരു പ്രവർത്തന മേഖലയായി പരിസ്ഥിതി സംരക്ഷണം മാറുന്നു. സഭയുടെ കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. മനുഷ്യൻ ഈ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ ഉടമയല്ല, സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഉടമ കർത്താവാണ്, ദൈവമാണ്. അപ്പോൾ സൂക്ഷിപ്പുകാരൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി വരും തലമുറയ്ക്ക് വേണ്ടി കരുതലോടെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം അവിടെ തന്നെ ഉണ്ട്. സഭയുടെ കാഴ്ചപ്പാടും അതാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖഭോഗത്തിന് വേണ്ടി ഇന്നുള്ളതൊക്കെ ഉപഭോഗം ചെയ്ത് തീർക്കുന്നതിന് പകരം ഈ ഒരു കാഴ്ചപ്പാട് നിലനിർത്താൻ സഭ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ ഈ ഒരു മേഖലയിൽ മധ്യസ്ഥനായി കാണുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. മരണത്തെയും സൂര്യനെയും ചന്ദ്രനെയും സഹോദരി, സഹോദര എന്നൊക്കെ വിളിച്ച് ആശ്ലേഷിക്കുവാൻ മാത്രം നിറഞ്ഞ് ലോകം മുഴുവനെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടത്ര വിശാലമായ ഹൃദയത്തോടു കൂടിയ രണ്ടാമത്തെ ക്രിസ്തു എന്ന പേരുള്ള വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹത്തെ പോലെ പാരിസ്ഥിതിക കാര്യങ്ങളിലെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും ഇങ്ങനെ സഭ നിലപാടുകൾ എടുക്കുമ്പോൾ ആ നിലപാടുകൾ ചില തെറ്റുകളിൽ ആണ്ടുപോയ സംവിധാനങ്ങൾക്ക് എതിരായി തീരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സഭ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും പീഡനത്തിന് വിധേയമാകാറുണ്ട്, ആദ്യം മുതൽക്ക് തന്നെ. അതിൻ്റെ പേരിൽ സഭ നെടുകെ പിളർന്നു പോയിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്, അനേകം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റർ റാണി മരിയ, അരുൾസ്വാമി, ഫാദർ അരുൾസ്വാമി, ഇവരൊക്കെ അങ്ങനെ കടന്നു പോകേണ്ടി വന്നവരാണ്. പക്ഷേ പറയേണ്ടത് പറയാനും ചെയ്യേണ്ടത് ചെയ്യാനും ക്രിസ്തുവിൻ്റെ സ്വരമാകാനും. ഏത് ക്രിസ്തു? പറയേണ്ടത് പറഞ്ഞതിൻ്റെ പേരിൽ കാൽവരിയിൽ ജീവനർപ്പിച്ച ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ പിന്തുടർച്ചയായ സഭ കാലിടറാതെ, ചങ്കിടറാതെ
അതിൻ്റെ ദൗത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നും ഇന്ത്യയിലും ലോകത്തെവിടെയും അതിന് പിൻഗാമികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പാഠം അവസാനിപ്പിക്കാം. അങ്ങയുടെ ദൗത്യത്തിൻ്റെ തുടർച്ചയ്ക്കായി സഭയെ നിയോഗിച്ച ഈശോയെ, വെല്ലുവിളികളും എതിർപ്പുകളും ഉണ്ടാകുമ്പോഴും ജീവിതത്തിൻ്റെ സാക്ഷ്യം നൽകിക്കൊണ്ട് ആ ദൗത്യം നിറവേറ്റുന്നതിന് ജീവിത വിശുദ്ധിയും കർമ്മധീരതയും എനിക്ക് നൽകണമേ.